നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകാനുള്ളൊരു വഴി പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായത്തിലെ ഒരു ചെറിയ ഒരു അധ്യായമുണ്ട്. 5 6 വരി മാത്രമേ ഉള്ളൂ. 5 6 വരി മാത്രമുള്ള ഒരു ചെറിയ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതേണ്ട രീതിയിൽ ആരെങ്കിലും ഓതിയ അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓതേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു 6 വരി ഓതിയാൽ മതി, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഓതാനും പഠിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ചങ്ങാതി ഓതൂല്ലേ? ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇത്തിരി കൂടെ ശബ്ദം കൂടട്ടെ, മതി. അൽഹംദുലില്ലാ. അള്ളാഹു ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ആ സൂറത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ 11 മണി വരെ ഇവിടെ ഇരിക്കണം, എങ്കിലേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അതിനു മുമ്പ് എനിക്ക് ഉസ്താദെ എൻ്റെ വീട് മതി, ഉസ്താദെ സ്വർഗം വേണ്ടെങ്കിൽ പൊക്കോടി, നിർബന്ധമുള്ളവരൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോടി. ആ സൂറത്തും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വർഗത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ. കള്ളു കുടിക്കുന്നവനും ആഗ്രഹിക്കുന്നത് അവിടെ പോകാൻ തന്നെയാണ്. 2 വിഭാഗം ആൾക്കാരും, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും ധിക്കരിച്ച് ജീവിച്ചിരിക്കുന്നവരും. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. എന്നാൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും സ്വർഗം കണ്ടിട്ടുമില്ല. നമുക്ക് സ്വർഗത്തെ കുറിച്ചുള്ള അറിവെന്താണ്? മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ പോയി കണ്ടിട്ട് വന്നു പറഞ്ഞു തന്ന അറിവ് മാത്രമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്, നമ്മുടെ ബുദ്ധികൾക്കപ്പുറമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകാൻ. എങ്ങനെയെങ്കിലും അതിനകത്തേക്ക് ഒന്ന് കടന്നുകൂടുക, എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് പ്രവേശിക്കുക, അതാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രവാചകൻ എത്ര കഷ്ടപ്പെട്ടാണ് സ്വർഗത്തിൽ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകന്റെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രവാചകൻ സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നുപോയത്? ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്രീസ് നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. 2 പേരും പരസ്പരം വല്ലാത്ത കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. അസ്റായിൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയെ കാണുന്നതിന് വേണ്ടി ഇടയ്ക്കൊക്കെ കടന്നു വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കാണാമെന്നപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുന്നു, അസ്റായിലേ, മരണത്തിന് വല്ലാത്ത വേദനയാണ് അസ്റായിൽ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അസ്റായിലിനോട് ചോദിക്കുകയാണ്. മരണത്തിന് വലിയ വേദനയാണല്ലോ, അതുകൊണ്ട് അസ്റായിലേ, ആ മരണവേദന എനിക്കൊന്ന് അനുഭവിക്കണം അസ്റായിൽ, എന്നെ നീയൊന്ന് മരിപ്പിക്കുമോ? എന്നിട്ട് എനിക്ക് ജീവനെ തിരിച്ചു തന്നാ മതി. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് വേണ്ടി ഒരുങ്ങാമല്ലോ, മരണവേദന കുറയാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ്, എനിക്ക് ആ മരണവേദന എന്താണെന്നൊന്ന് കാണിച്ചു തരണമെന്ന് അവിടെ നിന്ന് പറയുമ്പോ ഇദ്രീസ് നബിയാണ് ചോദിക്കുന്നത്, അല്ലാഹുവേ, അസ്റായിൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുന്നു, പടച്ചവനെ, ഇദ്രീസ് നബി മരണത്തിന്റെ വേദന എന്താണെന്ന് അറിയണമെന്നാണ് പറയുന്നത്. ഞാൻ
ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ പറയുകയാണ്. ആ മരണവേദന എന്താണെന്നും അറിയിച്ചു കൊടുക്കാൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അതാ അവിടുന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടുന്ന് മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അല്ലാഹു അവിടുത്തെ റൂഹ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. ഇദ്രീസ് നബിയുടെ ശരീരത്തിലേക്ക് തന്നെ റൂഹ് അവിടുന്ന് തിരിച്ചു കൊടുക്കുകയാ. ഇദ്രീസ് നബിക്ക് ജീവന് തിരിച്ചു വന്നു. അസ്റായീൽ ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയേ? ഇദ്രീസ് നബി പറയുന്നു, അസ്റായീൽ വല്ലാത്ത ഭയാനകമാണ്. മരണവേദന ഒരു മനുഷ്യനെ കൊണ്ടും താങ്ങാൻ കഴിയാത്ത വല്ലാത്ത വേദനയാണ്. അവിടുന്ന് മരണവേദന എന്താണെന്ന് ഇദ്രീസ് നബി അവിടുന്ന് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അവിടുന്ന് മരണവേദന അറിയുകയാണ്. അത് കഴിഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാമിനോട് ഇദ്രീസ് നബി പറയുന്നു, അസ്റായീൽ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇദ്രീസ് നബി ചോദിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം എനിക്കൊന്ന് കാണിച്ചു തരണം. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അവിടുന്ന് ഇദ്രീസ് നബി ചോദിക്കുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിനോട് അവിടുന്ന് അനുവാദം ചോദിച്ചു. അല്ലാഹു അവിടുന്ന് കഥാ ഇദ്രീസ് നബിക്ക് നരകം കാണിച്ചു കൊടുക്കാനുള്ള അനുവാദം അസ്റായീലിന് കൊടുക്കുകയാണ്. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാം നരകത്തിന്റെ മുകളിലൂടെ ഇദ്രീസ് നബിയെ കൊണ്ടുപോയി പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി നരകം കണ്ടു. അത് കഴിഞ്ഞപ്പോ പറയുന്നു, അസ്റായീൽ, എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്. പറ്റില്ല എന്ന് നീ പറയരുത്. എങ്ങനെയെങ്കിലും എന്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം. എനിക്കിനി ഒരു മോഹം കൂടെയുണ്ട്. അസ്റായീൽ ചോദിക്കുന്നു, എന്താണ് നബിയേ? അസ്റായീലേ, എനിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗം എനിക്കൊന്ന് കാണിച്ചു തരുവോ അസ്റായീൽ? എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമൊന്ന് കാണണം, എനിക്ക് പടച്ചവന്റെ സ്വർഗ്ഗമൊന്ന് കാണണം. ഇദ്രീസ് നബിയുടെ ആഗ്രഹമാണ്. അസ്റായീൽ അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാ. അങ്ങനെ പടച്ച റബ്ബ് അനുവാദം കൊടുത്തു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് സ്വർഗ്ഗം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു അവിടുന്ന് അനുവാദം കൊടുത്തു. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബിയും കൂടെ രണ്ടുപേരും കൂടെ സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തി. അസ്റായീൽ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ആ കാണുന്നതാണ് സ്വർഗ്ഗം, ആ കാണുന്നതാണ് സ്വർഗ്ഗം. അതിനകത്ത് കയറിയിട്ട് സ്വർഗ്ഗം കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണേ നബിയേ, എനിക്കതിനകത്ത് കേറാൻ അനുവാദമില്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്റായീൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാണ്. അപ്പൊ കൂട്ടുകാരെ കാണപ്പോ ഒരിക്കൽ അസ്റായീലിനെ കണ്ടപ്പോ ചോദിച്ചു, മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. ആ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാം, എനിക്ക് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാം. അതുകൊണ്ട് വേദന ഒന്ന് അറിയണം. അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, റൂഹ് പിടിച്ചിട്ട് തിരിച്ചു കൊടുത്തേക്കാം. രണ്ടാമത് ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് നരകം കാണണം. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാണിച്ചു കൊടുക്കാൻ. മൂന്നാമത് പറഞ്ഞു, ഒരാഗ്രഹം കൂടെ ഉണ്ട്, പറ്റില്ല എന്ന് നീ പറയരുത്. എന്താണ് നബിയെ? എനിക്ക് സ്വർഗ്ഗം കൂടെ കാണണം, അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്കൊന്ന് കാണണം, അനുഗ്രഹം ഇങ്ങനെ കാണണം. കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും അനുവാദം കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിലെത്തിയപ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എനിക്കതിനകത്ത് കയറാൻ അനുവാദമില്ല. ആ കാണുന്നതാ സ്വർഗം, പോയി കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാനിവിടെ നിൽക്കാം. അത്രേ പറഞ്ഞു. എന്താ പറഞ്ഞു? പോയി കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാനിവിടെ നോക്കി നിൽക്കുക, എളുപ്പം വരണം നബിയെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അസ്റായീലിനോട് സലാം പറഞ്ഞ് സ്വർഗത്തിന്റെ അകത്തേക്ക് കയറി.
അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അകത്തേക്ക് കയറി. ഇദ്രീസ് നബി അലൈഹിസ്സലാം ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. കണ്ണിന്റെ ആറൊഴുകുന്ന തേനിന്റെ അരുവി ഒഴുകുന്ന ആ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലൂടെ ഇദ്രീസ് നബി ഇങ്ങനെ നടക്കുകയാണ്. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ നടക്കുകയാ. എന്തു മനോഹരമാണ്! അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. പടച്ചവനെ, എല്ലാവർക്കും 33 വയസ്സാണ്. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അവിടെ ആരും പടച്ചവനെ കഷ്ടപ്പാടില്ല, ജോലിക്ക് പോകണ്ട, പ്രയാസങ്ങളില്ല. ഏതെങ്കിലും ഒരു പഴം കഴിക്കണമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കണമെന്ന് തോന്നിയാ കണ്ണിന്റെ മുന്നിലേക്ക് ആ ഭക്ഷണം കടന്നു വരികയാണ്. ഇളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടുമില്ലാതെ സ്വർഗത്തിലൂടെ നടക്കാ. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ നടന്നിങ്ങനെ കാണുകയാണ്. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ നടന്നു കണ്ടു. അസ്രായിൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുക. വാ നബിയെ. ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ വരൂല. ഇദ്രീസ് നബി അവിടെ നിന്ന് പറഞ്ഞ, ഞാൻ വരൂല. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇങ്ങോട്ട് വാ നബിയെ, ഞാൻ വരൂല. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിന്ന് ഞാൻ വരൂല. അങ്ങനെ അസ്രായിലും ഇദ്രീസ് നബിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. പരസ്പരം രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങോട്ടും തർക്കമായി. അപ്പം മധ്യസ്ഥനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു വിഷയം പോയി അന്വേഷിക്കാൻ. അള്ളാഹിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, എന്നിട്ടും അല്ലാഹു പറഞ്ഞു വിട്ടു. അങ്ങനെ ആദ്യം മലക്ക് വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തേ ഇത് പ്രശ്നം എന്തേ? അപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇദ്രീസ് നബി സ്വർഗത്തിലേക്ക് കടന്നുപോയതും അവിടെ നിറങ്ങി വരാമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്രീസ് നബിയുടെ മുന്നിൽ മലക്ക് പോയിട്ട് ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം എന്താ? ഇറങ്ങി പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പോണില്ലല്ലോ, എന്ത് പറ്റി? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇദ്രീസ് നബി പറഞ്ഞു, അള്ളാഹ് ഇറക്കി വിടാതെ ഞാൻ ഇവിടുന്ന് പോകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ പോകൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. ഇദ്രീസ് നബി അവിടെന്ന് പറഞ്ഞ മറുപടി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇദ്രീസ് നബി പറഞ്ഞ ഒന്നാമത്തെ മറുപടി, ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് കടന്നു വരുന്ന സർവ്വചരാചരങ്ങളും മരണത്തിന്റെ വേദന അറിയും. ഇദ്രീസ് നബി പറഞ്ഞു, ആ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് വയ്യ. മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാഹു പറഞ്ഞു അറിയുമെന്ന് ഞാൻ അറിഞ്ഞതാ. ഒരു വട്ടം ഞാൻ മരണവേദന അറിഞ്ഞു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞത്, ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, വ ഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അല്ലാഹു പറഞ്ഞു, എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് നരകം കാണും. എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് നരകം കാണുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ നരകം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. മൂന്നാമതായിട്ട് അവിടെ എന്തോ പറഞ്ഞു, ലാ യമുസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സ്വർഗ്ഗത്തിന്റെ അകത്ത് കേറിയതാ പിന്നെ ഇറക്കി വിടൂല. സ്വർഗ്ഗത്തിന്റെ അകത്ത് കേറിയതാ പിന്നെ ഇറക്കി വിടൂല. അതുകൊണ്ട് ഞാൻ മരണത്തിന്റെ വേദനയും അനുഭവിച്ചു, ഞാൻ നരകവും കണ്ടു. ഇപ്പൊ ഞാൻ സ്വർഗ്ഗത്തിന്റെ അകത്താ നിൽക്കുന്നേ. ഇനി അല്ലാഹു എന്നെ ഇവിടെ ഇറക്കി വിടാതെ ഞാൻ പോകൂല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിഇദ്നി ദഖല ബിഅംരി ഫഹല്ലി ഫഖല്ലി സബീൽ. വിട്ടേക്കാൻ പറഞ്ഞു, അവിടെ തന്നെ വിട്ടേക്കാൻ.
ഇന്നും ആ പ്രവാചകൻ സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രം എന്തിനാ പറഞ്ഞെന്നറിയോ? ഒരു പ്രവാചകൻ ഐഡിയാപരമായിട്ട് സ്വർഗത്തിൽ കയറിയ കഥയാ പറഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടാ കയറിയെന്നറിയോ? അതിനകത്ത് കയറിയിട്ട് ഈ സ്വർഗത്തിന്റെ അനുഗ്രഹം കണ്ടപ്പോൾ തിരിച്ചിറങ്ങി വരാതിരിക്കാൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതാണ് സ്വർഗം. അതൊന്ന് കാണേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് അവിടേക്ക് പോകാൻ. എന്നാൽ ആ സ്വർഗം കിട്ടാനുള്ള, ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനുസരിക്കാൻ മാത്രം വയ്യ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താണ്? എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്താലാണ് സ്വർഗം കിട്ടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ തള്ളിക്കളയുന്ന മാസമേതെന്നറിയുമോ? ഞാനും നിങ്ങളും ഈ പാഴാക്കി കളയുന്ന മാസമേതാണ്? എന്റെ പ്രിയമുള്ളവരെ, ശഅബാൻ മാസമാണ്. ആരുടെ മാസമാണ് ശഅബാൻ? അത് മുത്തുനബിയുടെ മാസമല്ലേ? നമ്മളോട് വിട പറയുകയാ. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പരിശുദ്ധമായ റമളാൻ പടിവാതിൽ നിന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഒരുങ്ങിയിട്ടുള്ളത്? ആ പരിശുദ്ധമായ റമളാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരാണ് ഒരുങ്ങിയിട്ടുള്ളത്? എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസം വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്. റമളാൻ മാസം വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്. അത് വരുന്നതിന് മുമ്പേ ഒരുങ്ങണം ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ സഹറു റമളാൻ. റമളാൻ മാസം വരുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ബുദ്ധിയുള്ള എല്ലാ മുസ്ലിം ഉണ്ടല്ലോ, ബുദ്ധിയുള്ള കഴിവുള്ള ആണിനും പെണ്ണിനും നമസ്കാരം നിർബന്ധമാണ്. ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കൂ. അതാ ദുൽഹജ്ജ് മാസം കടന്നു വന്നു. ഹജ്ജിന്റെ മാസം കടന്നു വരുമ്പോ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ പോയി ഹജ്ജ് ചെയ്യണോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സക്കാത്ത് കൊടുക്കാൻ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലോ, അതാ നീ ആ സമയ സക്കാത്ത് കൊടുക്കേണ്ട സമയമാകുമ്പോ നീ സക്കാത്ത് കൊടുക്കണോ. പ്രവാചകൻ പറഞ്ഞത് റമളാനിൽ നോമ്പ് പിടിക്കണമെന്നല്ലോ. അതാ റമളാനിന് 2 മാസം മുമ്പേ ആ റമളാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നീ ഒരുങ്ങണമെന്ന് മുത്തുനബി അവിടെ പറയുമ്പോ, ഞാനും നിങ്ങളും പടച്ചവനെ ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയും നാളും ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. ഇപ്പൊ ചിന്തിക്കുന്നത് ആര് ജയിക്കും ആര് തോക്കുമെന്ന ചിന്തയോട് അല്ലാഹു തന്ന ആയുസ്സ് നിങ്ങളും ഇങ്ങനെ കളയുമ്പോ, ഈ പാഴാക്കി കളയുന്ന മാസം ഏത് മാസമാണെന്നറിയുമോ? ഇത് പാഴാക്കേണ്ട മാസമല്ല, ഇത് മറന്നു പോകുന്ന മാസമാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ശഅബാൻ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ് സഹാബാ. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾക്ക് വല്ലാത്ത വിലയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഫീഹി തുർഫഉ
ഈ മാസമാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ മുഴുവനും നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയ മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ഒരുങ്ങാൻ കഴിയുമോ? നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയുമോ? പരിശുദ്ധമായ റമദാനിന് മുമ്പ്, ആ വിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് കടന്നതിന് വരുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും ഒന്ന് നന്നാകാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, നിനക്ക് ഈ മാസത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഈ മാസത്തിന് വല്ലാത്ത മഹത്വമാണ്, ഈ മാസത്തിന് വല്ലാത്ത മഹത്വമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വശഅബാനു ഹുവൽ മുകഫിറൂൻ. കഴിഞ്ഞു പോയതൊക്കെ പോകട്ടെ, ഇനിയുള്ള ഈ മണിക്കൂറുകളുടെ മഹത്വം നീ മനസ്സിലാക്കിക്കോ. ഇനിയുള്ള സമയങ്ങളുണ്ടല്ലോ, ഇനിയുള്ള ഈ 2-3 ദിവസങ്ങൾ 2ആണോ 3ആണോ എന്ന് നമുക്കറിയില്ല. പടച്ചവനെ, ഇനിയുള്ള ഈ ദിവസങ്ങൾ ഇതിന്റെ മഹത്വം എന്തെന്നറിയുമോ? ശഅബാനു ഹുവൽ മുകഫിറൂൻ. ഇത് പാപം പൊറുക്കുന്ന മാസമാ. റമദാൻ 27 മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത് പാപം പൊറുക്കുന്ന മാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാറ്. പടച്ചവനെ, ഒരു മാസം നമ്മളിലേക്ക് കടന്നു വന്ന് പാപങ്ങൾ ചെയ്യുന്നവരാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു ദിവസം ചെയ്ത കണക്കെടുത്ത് നോക്ക്. നിനക്ക് ഓർമ്മയുണ്ടെങ്കിലും ചിന്തിച്ചു നോക്ക്. ഇന്ന് രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയത്ത് നിങ്ങൾ ഈ ദുനിയാവിലെ സ്വർഗത്തിലിരിക്കുമ്പോ ഇതുവരെ ചെയ്ത പാപങ്ങളെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം എത്രയോ ലക്ഷക്കണക്കിന് പാപം ചെയ്തവരാ. പക്ഷേ ആർക്കും തൗബ ചെയ്യാ മനസ്സില്ല, പശ്ചാത്തപിച്ച് മടങ്ങാ മനസ്സില്ല, അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാ മനസ്സില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹസിബൂ കബില അൻ തുഹാസബൂ. എടാ പൊന്നുമോരെ, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ രണ്ടാമതൂതുമ്പോ കബർ വെട്ടി പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ടു നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവനെ 15 ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, എനിക്കും നിങ്ങൾക്കും ഈ സമയത്ത് പോലും നാളെ നമ്മുടെ തലയുടെ തൊട്ടുമുകളിൽ ആ സൂര്യൻ ദിവസം വരാൻ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. എന്തേ ചിന്തിക്കാത്തത്? ഇത് കഥയല്ലല്ലോ, ഇത് മുത്തുനബി പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നതല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിക്കളയാറുള്ള രാത്രിയാണ്. ജീവിതത്തിൽ
ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് തൗബ ചെയ്യാനുള്ള സദസാ. എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാണ്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാ. എന്തിനാ നീ പേടിക്കുന്നത്? കള്ളു കുടിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. പലിശ തിന്നിട്ടുണ്ടോ? പേടിക്കണ്ട. മോനെ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ മുന്നിലും നീ ഏറ്റു പറയാൻ കഴിയുമോ? എത്ര പാപം ചെയ്താലും പുറത്തു തരുന്നവനാ നിന്റെ റബ്ബ്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്താലും പുറത്തു തരുന്നവനാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടുന്ന് പറയുന്ന നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ഏറ്റു പറയാ പറ നബിയേ. 100 കൊല ചെയ്തവനെ പുറത്തു കൊടുത്തവനാ റബ്ബ്. സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ റബ്ബ്. അതുകൊണ്ട് എന്തിനാ മോനെ പേടിക്കുന്നത്? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള്. കള്ളു കുടിച്ചെങ്കിൽ നീ അല്ലാഹുവോട് പറയണം, ഞാൻ കള്ളു കുടിച്ച് പടച്ചവര്. വ്യഭിചരിച്ചെങ്കിൽ പറയണം, ഞാൻ വ്യഭിചരിച്ച് തമ്പുരാന്. ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചവളാണ്, ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിച്ചവളാണ്. വളരെ പ്രതീക്ഷയോടെ എനിക്ക് ഭക്ഷണം തന്ന് പോറ്റി വളർത്തി എന്റെ മാതാപിതാക്കളെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്. ഓരോന്നും വിടാതെ നീ എണ്ണി പറയണം. പാപങ്ങളോരോ എണ്ണി നീ കരയേണ്ടതാ. വിജന സ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. പടച്ചവനെ എണ്ണി എണ്ണി പറയണം അല്ലാഹുവിനോട്. വലിയ പാപം ചെയ്തവനാണെങ്കിലും ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തു പോയത് മുഴുവനും നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ എടുത്തു പറയണം. കാരണം ഇത് പാപം പൊറുക്കുന്ന മാസമാണ്. ഇത് പാപം പൊറുക്കുന്ന മാസമാണ്. ഇത് പാപം കഴുകിക്കളയാനുള്ള മാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹസിബൂ قبل أن تحاسبوا. നിങ്ങൾക്ക് ആ ഭയാനകമായ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ